കൈകൊണ്ട് നനയ്ക്കാതെ വളരെ സ്വാദിഷ്ടമായ ഒരു സ്പഞ്ചി ഓട്സ് പുട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പുട്ടും കടലക്കറിയും ഒരു അപാര കോമ്പിനേഷനാണ്. ഈ പുട്ടിൻ്റെ കൂടെ എൻ്റെ ഫേവറേറ്റ് കടലക്കറിയുടെ റെസിപ്പിയും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുട്ടിൻ്റെ റെസിപ്പി നോക്കാം. വെൽക്കം ടു ഓൺ ബോർഡ്. ഓട്സ് പല കാറ്റഗറി ഉണ്ട്. പൊടിയരി പോലിരിക്കുന്ന അധികം പ്രോസസ്സ് ചെയ്യാത്തതും ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളതുമായിട്ടുള്ള സ്റ്റീൽ കട്ട് ഓട്സ് തുടങ്ങി ഒന്നുകൂടെ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഹോൾ ഗ്രെയിൻ അല്ലെങ്കിൽ ഓൾഡ് ഫാഷൻ ഓട്സ്, അതിനെ ഒന്നുകൂടെ പ്രോസസ്സ് ചെയ്തിട്ടുള്ള റോൾഡ് ഓട്സ്, പിന്നെ ഏറ്റവും പ്രോസസ്ഡ് ആയിട്ടുള്ള ഫൈബർ കണ്ടന്റ് ഏറ്റവും കുറവുള്ളതുമായിട്ടുള്ള ക്യുക്ക് ഓട്സ്. നമുക്ക് ഹോൾ ഗ്രെയിനോ അല്ലെങ്കിൽ റോൾഡ് ഓട്സോ യൂസ് ചെയ്തിട്ട് ഈ മെത്തേഡിൽ പുട്ടുണ്ടാക്കാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഒത്തിരി അവൈലബിൾ ആയിട്ടുള്ള റോൾഡ് ഓട്സ് ആണ്. ആദ്യം നമുക്ക് 2 കപ്പ് റോൾഡ് ഓട്സ് പൊടി കളഞ്ഞ് പാറ്റിയെടുക്കാം. ഇനി ഇത് ഒന്ന് ചെറുതായി ചൂടാക്കി എടുക്കണം. നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന വാട്ടർ ഈ ഓട്സിലോട്ട് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയാണ് ചൂടാക്കുന്നത്. ഒരു 40 സെക്കൻഡോളം മൈക്രോവേവോ അല്ലെങ്കിൽ ഒരു 1 മിനിറ്റോളം പാനിലിട്ട് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുത്താലും മതിയാവും. ഒന്ന് തൊട്ട് നോക്കിയാൽ ഒരു ചെറിയ ചൂട്, അതാണ് വേണ്ടത്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഓട്സ് ഇളക്കിക്കൊണ്ട് ഒരു 1/2 കപ്പ് വാട്ടർ നമുക്ക് ആഡ് ചെയ്യാം. 1 കപ്പ് ഓട്സിന് 6 ടേബിൾ സ്പൂൺ വെള്ളം അഥവാ 1/4 കപ്പ് വെള്ളമാണ് വേണ്ടത്. 2 കപ്പ് ഓട്സ് എടുത്തേക്കുന്നതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നത്. ഇനിയാണ് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഓട്സ് ഒന്നുകൂടെ സോഫ്റ്റ് ആവാനും ഒരു നല്ല കോക്കനട്ടിൻ്റെ ഫ്ലേവർ കിട്ടാനുമായിട്ട് ഞാൻ ഇതിനകത്തോട്ടൊരു 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇനി ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ആഡ് ചെയ്ത വെള്ളം ഓട്സിലോട്ട് അബ്സോർവ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇനി ഇതൊന്ന് ഫ്ലഫ് അപ്പ് ചെയ്തെടുക്കാം. കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചിട്ട് താഴെ കിടക്കുന്ന ഓട്സ് മേലി വരത്തക്ക നന്നായി ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് ഒട്ടിക്കിടക്കാത്ത പരുവത്തിൽ ഇളക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു മിക്സി എടുത്തിട്ട് ഒരു 1/2 കപ്പ് വീതം 4 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ഇടത്ത് സൈഡിലോട്ടുള്ള വിപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് പൊടിക്കുന്നത്. ഓരോ സെക്കൻഡ് വീതമുള്ള ഒരു 3 വിപ്പ്, അത് മതി ഇത് പൊടിച്ചെടുക്കാൻ. ആദ്യത്തെ വിപ്പിന് ശേഷം ഇതൊന്ന് തുറന്ന് താഴത്തുള്ള തരികളോ ഒത്തിരി പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി രണ്ടാമത്തെ വിപ്പിങ്. ഇളക്കാൻ ടൈമില്ലെങ്കിൽ ഒന്ന് നന്നായി കുലുക്കി കൊടുത്താലും മതി. മൂന്നാമത്തെ വിപ്പിങ്ങും കഴിഞ്ഞു. ഇതുപോലെ തരി തരിയായിട്ട് വേണം ഓട്സ് കിടക്കാൻ. ഇങ്ങനെ 3 പ്രാവശ്യമായിട്ട് വിപ്പ് ചെയ്ത് പെട്ടെന്ന് എടുക്കുന്നത് ഓട്സ് ഒത്തിരി പൊടിയാതിരിക്കാനാണ്. പൊടിഞ്ഞു പോയാൽ നമ്മൾ കറി ഒഴിക്കുമ്പോഴോ പഴമിട്ട് ഇളക്കുമ്പോഴോ പുട്ടിന് ഒരു പശിമയായിരിക്കും. ഇനി തേങ്ങാപ്പീരയിട്ട് ഇത് നമുക്ക് പുട്ടുകുറ്റിയിലോട്ട് നിറച്ചെടുക്കാം. ഓട്സിൻ്റെ വെറൈറ്റി അനുസരിച്ചും പിന്നെ പല ബ്രാൻഡ് അനുസരിച്ചും അതിന് കട്ടിയിൽ വ്യത്യാസം വരുന്നതാണ്. അപ്പം ആദ്യം ഉണ്ടാക്കുമ്പോൾ 1 കപ്പ് എടുത്ത് 6 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് ഒന്നുണ്ടാക്കി നോക്കുക. വെള്ളം കൂടിപ്പോയി ഓട്സ് കട്ടയാകുന്നെന്ന് തോന്നിയാൽ അതിലോട്ട് 1-2 ടേബിൾ സ്പൂൺ നനയ്ക്കാത്ത ഓട്സ് ഇട്ട് ഇളക്കി പൊടിച്ചെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാം. സ്റ്റീം വന്നതിന് ശേഷം 4-5 മിനിറ്റ് വരെ വേണം റോൾഡ് ഓട്സ് കുക്കാവാൻ. നല്ല മയമുള്ള ഓട്സ് പുട്ട് റെഡി. ഓട്സ് വളരെ ടേസ്റ്റിയും അതേപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഗ്രെയിനാണ്. കൊളസ്ട്രോൾ ഒക്കെ കുറയ്ക്കാനും ബ്ലഡ് ഷുഗർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഓട്സ് വളരെ ഹെൽപ്ഫുള്ളാണ്. ആമണ്ടും ഓട്സും കൂടെയുള്ള പുട്ടാണ് എൻ്റെ ഫേവറേറ്റ്. ആമണ്ട്സ് ആഡ് ചെയ്യുന്നതുകൊണ്ട് അത് കുറേ കൂടെ ന്യൂട്രീഷ്യസ് ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. പുട്ട് ട്രൈ ചെയ്തിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ. സീ യു സൂൺ.